നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സാധാരണ നമ്മൾ അലോവേര ജെല്ല് ഫേസ് പാക്ക് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്, മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, പിന്നെ ഹെയർ ഓയിൽ ഉണ്ടാക്കുമ്പോഴും നമ്മൾ കറ്റാർവാഴയുടെ ഇല യൂസ് ചെയ്യാറുണ്ട്. കാരണം കറ്റാർവാഴ മുടി വളർച്ചയ്ക്ക് അത്രക്കും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇല കൂടെ ചേർത്ത് കൊടുക്കും. അപ്പോൾ നമ്മളറിയാത്ത എത്രയോ കാര്യങ്ങൾ നമുക്ക് അലോവേര ജെല്ല് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതിൽ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വൈകിക്കേണ്ട, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഫേഷ്യൽ മസാജ് ചെയ്യാൻ നമ്മൾ പൊതുവേ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ, വെർജിൻ കോക്കനട്ട് ഓയിൽ, ഒലീവ് ഓയിലൊക്കെയാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇതിനൊക്കെ പകരമായിട്ട് നമുക്ക് അലോവേര ജെൽ എടുക്കാൻ പറ്റും. അലോവേര ജെല്ല് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ മസാജ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ഫേഷ്യൽ സ്കിന്നിൻ്റെ ഗ്ലോ കൂട്ടാനും ഫേഷ്യൽ സ്കിൻ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാനും സഹായിക്കും. പിന്നെ ഏജ് കൂടുന്തോറും നമ്മുടെ സ്കിന്നൊക്കെ തൂങ്ങാൻ തുടങ്ങും, റിങ്കിൾസ് വരും, ഫൈൻ ലൈൻസ് വരും. അപ്പോൾ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു 2-3 തവണയൊക്കെ ഫേസിൽ മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. വെറും 1-2 മിനിറ്റ് മാത്രം നമ്മൾ മസാജ് ചെയ്താൽ മതി. അപ്പോൾ അലോവേര ജെല്ല് യൂസ് ചെയ്തിട്ട് ഫേസിൽ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ എപ്പോഴും ക്ലിയർ ആയിട്ടിരിക്കാനും അതുപോലെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനും സഹായിക്കും. അലോവേര ജെല്ലിൻ്റെ നെക്സ്റ്റ് യൂസ് എന്ന് പറയുന്നത്, അലോവേര ജെല്ല് നമുക്ക് ഡാർക്ക് സർക്കിൾസ് റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കണ്ണിനടിയിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് സെക്കൻഡുകൾ മസാജ് ചെയ്ത് കൊടുക്കുക. പ്ലെയിൻ അലോവേര ജെല്ല് നമുക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ അലോവേര ജെല്ലിൻ്റെ കൂടെ വളരെ കുറച്ച് കസ്തൂരി മഞ്ഞൾ കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു ടേമറിക് ജെല്ല് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അലോവേര ജെല്ലിൻ്റെ കൂടെ കോഫി പൗഡർ യൂസ് ചെയ്തിട്ട് കോഫി ജെൽ ഉണ്ടാക്കിയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് യൂസ് എന്ന് പറയുന്നത് സൺബേണിനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാകുന്ന കരുവാളിപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സൺബേണൊക്കെ ഉണ്ടായിട്ട് നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സൂത്തിങ് എഫക്റ്റ് നമ്മുടെ സ്കിന്നിന് കിട്ടും. അതുപോലെ വൂൺസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സ്കിന്നിൻ്റെ കരുവാളിപ്പും ഡൾനെസ്സൊക്കെ മാറ്റിയിട്ട് സ്കിന്നിനെ ഹെൽത്തി ആക്കാനും നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് കൊടുക്കാനൊക്കെ വളരെ നല്ലതാണ് അലോവേര ജെല്ല്. പിന്നെ നമുക്ക് അലോവേര ജെല്ല് യൂസ് ചെയ്തിട്ട് ഫുഡ് ക്രീം അതുപോലെ തന്നെ ഹാൻഡ് ക്രീമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. കയ്യിലെയും കാലിലെയും ഒക്കെ ചുളിവുകൾ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അലോവേര ജെല്ല് വേണം. പിന്നെ അതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വൈറ്റമിൻ ഇയുടെ ഓയിലാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വൈറ്റമിൻ ഇയുടെ ഓയിൽ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അത് ചേർത്ത് കൊടുക്കുക. അതില്ലെങ്കിൽ വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് എടുത്തിട്ട് അത് ചേർക്കാം. ഞാനിവിടെ 1 വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. സ്കിന്ന് കൂടുതൽ ഡ്രൈ ആണെങ്കിൽ നമുക്ക് 2 ടാബ്ലറ്റ് വരെ എടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് വെർജിൻ കോക്കനട്ട് ഓയിലാണ്. ശ്രദ്ധിക്കണം, വെർജിൻ കോക്കനട്ട് ഓയിൽ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഹാൻഡ് ക്രീം അഥവാ ഫുഡ് ക്രീം. അതായത് നമുക്ക് കൈകളിലും യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ കാലുകളിലും യൂസ് ചെയ്യാൻ പറ്റും. രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് വളരെ നല്ലത്. കൈകളിലും കാലുകളിലും അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യാം. മസാജ് ചെയ്യുമ്പോഴാണ് ഇത് നമ്മുടെ സ്കിന്നിലോട്ടേക്ക് അബ്സോർബ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് തരുന്നത്. പിന്നെ നമുക്ക് അലോവേര ജെല്ല് മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അലോവേര ജെല്ല് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്കിന്ന് പെട്ടെന്ന് അബ്സോർബ് ആവും. ഓയിലി ആയിട്ടിരിക്കുമോ അല്ലെങ്കിൽ ഗ്രീസി ആയിട്ടിരിക്കുമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നുകാർക്കാണ് അലോവേര ജെല്ല് മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യുന്നത് നല്ലത്. ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ അലോവേര ജെല്ലിൻ്റെ കൂടെ വെർജിൻ കോക്കനട്ട് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. നമ്മൾ തലയിൽ എണ്ണയൊക്കെ തേക്കാറുള്ളത് പോലെ തന്നെ നമുക്ക് അലോവേര ജെല്ലും യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്കാൾപ്പിലും മുടിയിഴകളിലൊക്കെ ആയിട്ട് നമുക്ക് അലോവേര ജെല്ല് യൂസ് ചെയ്യാൻ പറ്റും. സ്കാൾപ്പിലുണ്ടാവുന്ന ചൊറിച്ചിൽ, ഡാൻഡ്രഫ്, അതുപോലെ തന്നെ ഡ്രൈനെസ് ഒക്കെ മാറ്റിയിട്ട് സ്കാൾപ്പിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ മുടി വളർച്ച കൂട്ടാൻ സഹായിക്കും. നമ്മൾ എങ്ങനെയാണോ എണ്ണ തേക്കാറുള്ളത് അതുപോലെ തന്നെ തേക്കുക. സ്കാൾപ്പിൽ അപ്ലൈ ചെയ്യുക, മുടിയിഴകളിലൊക്കെ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഏകദേശം ഒരു 30 മിനിറ്റ് വരെ വെക്കുക. അതിനുശേഷം ഒരു മൈൽഡ് പാരബൻ ഫ്രീ ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്തിട്ട് കഴുകിക്കളഞ്ഞാൽ മതി. അപ്പം ഞാൻ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഒരു റുട്ടീൻ. ആഴ്ചയിൽ 1 തവണ ഞാൻ ഇതുപോലെ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു നല്ല മാറ്റം എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മുടെ ഹെയർ സിൽക്കി സോഫ്റ്റാക്കി മാറ്റാനും അതുപോലെ തന്നെ നല്ലൊരു ഷൈനിങ് കൊടുക്കാനൊക്കെ സഹായിക്കും. പിന്നെ മുടി ഹെൽത്തി ആക്കി വെക്കാനും നല്ലതാണ് അലോവേര ജെല്ല് ഹെയർ കെയറിൽ യൂസ് ചെയ്യുന്നത്.
അലോവേര ജെല്ലിൻ്റെ മറ്റൊരു നല്ല യൂസാണ് നമുക്ക് ഹെയർ ഡീടാങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അലോവേര ജെല്ല് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ലോങ് ഹെയർ ഉള്ളവർക്കായിരിക്കും ഇത് ഒരുപാട് ഉപകാരപ്പെടുക. പക്ഷേ എനിക്കൊക്കെ കെട്ടുകൾ വരാറുണ്ട്, ഡെയിലി വരും കേട്ടോ കെട്ടുകൾ. എൻ്റെ ഹെയർ എന്ന് പറയുന്നത് ഓരോ ഇഴയും വളരെ നേർത്തതാണ്, അതുകൊണ്ടാണ് തോന്നുന്നു എപ്പോഴും ഇങ്ങനെ കെട്ടുകൾ വരുന്നത്. പിന്നെ അലോവേര ജെല്ലിൻ്റെ മറ്റൊരു യൂസ് എന്ന് പറയുന്നത് സ്പ്ലിറ്റൻസ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അലോവേര ജെല്ലിൻ്റെ കൂടെ വൈറ്റമിൻ ഇ ഓയിലും കൂടെ മിക്സ് ചെയ്യുക. വൈറ്റമിൻ ഇ ഓയിൽ ഇല്ലെങ്കിൽ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് എടുത്താലും മതി, അതിൽ നിന്നുള്ള ഓയിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് രണ്ടും കൂടെ നമ്മൾ മുടിയുടെ അറ്റത്ത് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ സ്പ്ലിറ്റൻസ് ഉണ്ടാവുന്നത് മുടിയുടെ അറ്റം ഡ്രൈ ആവുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ മുടിയുടെ അറ്റം ഹൈഡ്രേറ്റ് ആവാൻ സഹായിക്കും. അങ്ങനെ സ്പ്ലിറ്റൻസ് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഐബ്രോസിലും അതുപോലെ തന്നെ ഐ ലാഷസിലൊക്കെയുള്ള മുടി വളരാൻ വേണ്ടിയിട്ടും നമുക്ക് അലോവേര ജെൽ യൂസ് ചെയ്യാൻ പറ്റും. അലോവേര ജെല്ല്, കാസ്റ്റർ ഓയിൽ, അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ഓയിൽ എല്ലാം ഈക്വൽ ക്വാണ്ടിറ്റീസ് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഇത് ഡെയിലി യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ ഐബ്രോസ് തിക്കാവാനും അതുപോലെ തന്നെ ഐ ലാഷസിനൊക്കെ വളരെ നല്ലതാണ്. മേക്കപ്പൊക്കെ ചെയ്യുന്നവർ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനും പോർസൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫൗണ്ടേഷന് മുന്നേ ആയിട്ട് പ്രൈമർ യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് അലോവേര ജെല്ല് പ്രൈമറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനും അതുപോലെ ഫൗണ്ടേഷനിലൊക്കെ അടങ്ങിയിട്ടുള്ള കെമിക്കൽസ് നമ്മുടെ സ്കിന്നിലോട്ടേക്ക് അബ്സോർബ് ചെയ്യാതിരിക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ നമുക്ക് ഒന്നിലധികം കാര്യങ്ങൾക്ക് വേണ്ടി അലോവേര ജെൽ യൂസ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഈ ഒരു അലോവേര ജെൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അലോവേര ജെല്ലാണ്. സ്കിൻ സയൻസിൻ്റെ അലോവേര ജെല്ല് പാരബൻ ഫ്രീ ആയിട്ടുള്ള, സിലിക്കോൺ ഫ്രീ ആയിട്ടുള്ള അലോവേര ജെല്ലാണ്. ഇതിന് പ്രത്യേകിച്ച് മണമോ അല്ലെങ്കിൽ കളറോ ഒന്നുമില്ല. ഇത് പ്യുവർ ആയിട്ടുള്ള അലോവേര ജെല്ലാണ്. ഇത് നമുക്ക് സ്കിന്നിലും യൂസ് ചെയ്യാൻ പറ്റും, ഹെയറിലും യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അലോവേര ജെല്ലാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ പർച്ചേസിംഗ് ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എന്നും പറയാറുള്ളത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ.